പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രാജ്യങ്ങളും അവയുടെ കേന്ദ്ര ബാങ്കുകളും എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. ഈ ലോക രാജ്യങ്ങളുടെ മുഴുവൻ കേന്ദ്ര ബാങ്കുകൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു ജോലി തന്നെയാണ്. അതൊക്കെ സാധിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷെ നമ്മൾ PSC വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ലക്ഷക്കണക്കിന് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യത്തിന് നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താനാവും, അതെങ്ങനെ നമ്മൾ ഓർത്തിരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ പല ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് നമുക്ക് കേന്ദ്ര ബാങ്കുകളെ കുറിച്ച് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് നമുക്കറിയാം. അങ്ങനെ ഓരോ പ്രദേശത്തെയും ലോക രാജ്യങ്ങളിൽ, യൂറോപ്യൻ, അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം അതിൻ്റെതായ കേന്ദ്ര ബാങ്കുകളുടെ കൂട്ടായ്മകളും രാജ്യങ്ങളുടെ കൂട്ടായ്മകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങളുണ്ട്. ആ 27 രാജ്യങ്ങളിൽ 19 രാജ്യങ്ങൾ മാത്രമാണ് യൂറോപ്യൻ യൂണിയന്റെ കറൻസി സിസ്റ്റം യൂസ് ചെയ്യുന്നു. യൂറോ എന്ന് പറഞ്ഞ കറൻസി സിസ്റ്റം യൂസ് ചെയ്യുന്നത് 19 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് 9 രാജ്യങ്ങൾ അവരുടേതായ കറൻസിയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള 19 രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കാണ്. ബാക്കി രാജ്യങ്ങൾ അവരുടെ കേന്ദ്ര ബാങ്കുകൾ തന്നെയാണ് അവരുടെ ബാങ്കുകളുടെ ബാങ്കായിട്ടും രാജ്യത്തിന്റെ ബാങ്കായിട്ടും ഉപയോഗിക്കുന്നത്. അങ്ങനെ 8 രാജ്യങ്ങൾ. ഏതൊക്കെ രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ആ 8 രാജ്യങ്ങൾ? ബൾഗേറിയ ഉണ്ട്, ക്രൊയേഷ്യ ഉണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഹംഗറി, പോളണ്ട്, റൊമാനിയ, സ്വീഡൻ. ഈ 8 രാജ്യങ്ങളാണ് ഈ കറൻസി സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവരുടേതായ നാണയങ്ങൾ ഉപയോഗിക്കുകയും അവരുടെ കേന്ദ്ര ബാങ്ക് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അല്ല, അവരുടെ കേന്ദ്ര ബാങ്ക് തന്നെയാണ് അവർ രാജ്യത്തിന്റെ ബാങ്കായിട്ട് കണക്കാക്കുന്നത്. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പേരോടുകൂടി വരുന്ന കേന്ദ്ര ബാങ്കുകളാണ്. അങ്ങനെയുള്ള 50-ൽ പരം കേന്ദ്ര ബാങ്കുകളുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ആൽഫാബറ്റിക് ഓർഡറിൽ നമ്മൾ കേട്ടിട്ടുള്ള, നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുടെ പേര്, അതിൻ്റെ കേന്ദ്ര ബാങ്കുകളും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള രാജ്യങ്ങൾ ബാങ്ക് ഓഫ് അൾജീരിയ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് അൽബേനിയ. അപ്പൊ എല്ലാം ബാങ്ക് കൂട്ടിയാണ്. ബാങ്ക് ഓഫ് അൽബേനിയ, ബാങ്ക് ഓഫ് അൾജീരിയ, ബാങ്ക് ഓഫ് ബോട്സ്വാന, ബാങ്ക് ഓഫ് കാനഡ, ബാങ്ക് ഓഫ് എറിട്രിയ, ബാങ്ക് ഓഫ് ഖാന, ബാങ്ക് ഓഫ് ഗാഠ്യമല,
ബാങ്ക് ഓഫ് ഇസ്രയേൽ, ബാങ്ക് ഓഫ് ജപ്പാൻ, ബാങ്ക് ഓഫ് ജമൈക്ക, ബാങ്ക് ഓഫ് കൊറിയ, ബാങ്ക് ഓഫ് മൗറീഷ്യസ്, ബാങ്ക് ഓഫ് മെക്സിക്കോ, ബാങ്ക് ഓഫ് മംഗോളിയ, ബാങ്ക് ഓഫ് മൊസാംബിക്, ബാങ്ക് ഓഫ് നമീബിയ, ബാങ്ക് ഓഫ് സൗത്ത് സുഡാൻ, ബാങ്ക് ഓഫ് ടാൻസാനിയ, ബാങ്ക് ഓഫ് തായ്ലൻഡ്, ബാങ്ക് ഓഫ് ഉഗാണ്ട, ബാങ്ക് ഓഫ് UK, ബാങ്ക് ഓഫ് സാംബിയ. ഇത്രയും രാജ്യങ്ങൾ നമ്മൾ ആൽഫാബറ്റിക് ക്രമത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടാണ്, യുണൈറ്റഡ് കിങ്ഡം, അതാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഈ 23 രാജ്യങ്ങളുടെ പേര് ആൽഫാബറ്റിക് ഓർഡറിൽ ഓർത്തിരിക്കാനും അവിടെ രാജ്യത്തിൻ്റെ പേരോടുകൂടി കേന്ദ്ര ബാങ്കിനെ ഓർത്തിരിക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സെൻട്രൽ ബാങ്കാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു 6 രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്ക് ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ, റിസർവ് ബാങ്ക് ഓഫ് ഫിജി, റിസർവ് ബാങ്ക് ഓഫ് ന്യൂസിലൻഡ്, റിസർവ് ബാങ്ക് ഓഫ് സിംബാബ്വെ, റിസർവ് ബാങ്ക് ഓഫ് വാനുഅറ്റു, അതുപോലെ തന്നെ പെറുവിൻ്റെ സെൻട്രൽ ബാങ്ക് സെൻട്രൽ റിസർവ് ബാങ്ക് ഓഫ് പെറു എന്നാണ്. അതിൻ്റെ റിസർവ് ബാങ്കിന് മുമ്പ് സെൻട്രൽ എന്നും കൂടിയുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഗ്രൂപ്പിനെ നമ്മുടെ കേന്ദ്ര ബാങ്കിനോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് കൺട്രി ചേർത്ത് വരുന്നതാണ്. രാജ്യത്തിൻ്റെ പേര് അവസാനമായിട്ട് വരുന്നു. അങ്ങനെ വരുന്ന കേന്ദ്ര ബാങ്കുകളുണ്ട്. അതും നമുക്ക് ആൽഫാബറ്റിക് ഓർഡറിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു 10-25 രാജ്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. അത് നമ്മൾ കേട്ടിട്ടുള്ള രാജ്യങ്ങളാണ്. അതും 50-ൽ അടുത്ത് രാജ്യങ്ങൾ അത്തരം രീതിയിൽ കേന്ദ്ര ബാങ്കിൻ്റെ പേര് വരുന്ന ബാങ്കുകളുണ്ട്, രാജ്യങ്ങളുണ്ട്. അതിൽ നമ്മൾ കേട്ടിട്ടുള്ള വളരെ പ്രാധാന്യം തോന്നുന്ന കുറച്ച് രാജ്യങ്ങളുടെ പേര് നമ്മൾ ആൽഫാബറ്റിക് ഓർഡറിൽ ഓർത്തിരിക്കാം. അതിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് അർജന്റീന. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് അർജന്റീന എന്ന് പറയുന്നത് ആ ക്രമത്തിലായിരിക്കും മറ്റു രാജ്യങ്ങളുടെ പേരും വരുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റിൻ, സെൻട്രൽ ബാങ്ക് ഓഫ് ബ്രസീൽ, സെൻട്രൽ ബാങ്ക് ഓഫ് ക്യൂബ, സെൻട്രൽ ബാങ്ക് ഓഫ് ചിലി, സെൻട്രൽ ബാങ്ക് ഓഫ് ജിബൗട്ടി, സെൻട്രൽ ബാങ്ക് ഓഫ് ഈജിപ്റ്റ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഗാംബിയ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാൻ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാഖ്, സെൻട്രൽ ബാങ്ക് ഓഫ് ജോർദാൻ, സെൻട്രൽ ബാങ്ക് ഓഫ് കെനിയ, സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ്, സെൻട്രൽ ബാങ്ക് ഓഫ് ലൈബീരിയ, സെൻട്രൽ ബാങ്ക് ഓഫ് മലേഷ്യ, സെൻട്രൽ ബാങ്ക് ഓഫ് മൗറീഷ്യസ്, സെൻട്രൽ ബാങ്ക് ഓഫ് മ്യാൻമർ, സെൻട്രൽ ബാങ്ക് ഓഫ് നൈജീരിയ, സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ, സെൻട്രൽ ബാങ്ക് ഓഫ് പാരഗ്വേ, സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്ക, സെൻട്രൽ ബാങ്ക് ഓഫ് സുഡാൻ, സെൻട്രൽ ബാങ്ക് ഓഫ് ടുണീഷ്യ, സെൻട്രൽ ബാങ്ക് ഓഫ് തുർക്കി ആൻഡ് സെൻട്രൽ ബാങ്ക് ഓഫ് യമൻ. ഖത്തറിന്റെ സെൻട്രൽ ബാങ്ക് ആണ് അത് പറയുന്നത്, ഖത്തർ സെൻട്രൽ ബാങ്ക് എന്നാണ്. അപ്പൊ ഇങ്ങനെ ആൽഫാബറ്റിക് ഓർഡറിൽ ഈ 25 രാജ്യങ്ങളുടെ പേര് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഈ ഗ്രൂപ്പൊന്നും ചേരാത്ത മറ്റ് നമുക്ക് അറിയപ്പെടുന്ന രാജ്യങ്ങളുടെ ചൈനയുടെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന, അമേരിക്കയുടെ USA ഫെഡറൽ റിസർവ് സിസ്റ്റം, അതുപോലെ ഭൂട്ടാൻ,
റോയൽ മോണിറ്ററി അതോറിറ്റി ഓഫ് ഭൂട്ടാൻ, പാകിസ്ഥാന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ, അതുപോലെ ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശ് ബാങ്ക് എന്ന് പറയും, നേപ്പാളിന്റെ നേപ്പാൾ രാഷ്ട്ര ബാങ്ക് എന്ന് പറയും. ഇതുപോലെ കേന്ദ്ര ബാങ്കുകളും രാജ്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കാനായിട്ട് ഈ ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇത്തരം വീഡിയോ വീണ്ടും കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.